എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ് രണ്ടാമൂഴം. അത് പറയുമ്പോ തന്നെ അങ്ങനെ ഉള്ളിലൂടെ അങ്ങനെ ഒരു പെരുപ്പ് കയറുന്നു. തീർച്ചയായിട്ടും ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട് അല്ലേ? ശരിക്കും പെരുപ്പ് കയറി. ഇപ്പഴാ ശരിക്കും പെരുപ്പ് കയറിയത് അല്ലേ? സംഭവം നമുക്കൊരു റിയാക്ഷൻ ആണ് ചെയ്യാനുള്ളത്. അതും ഒരു ട്രെയിലറാണ്. അതെ, കൺസെപ്റ്റ് ട്രെയിലറാണ്. രണ്ടാമൂഴം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണിരത്നമായിട്ട് നമ്മുടെ MTയുടെ കുടുംബം ചർച്ച നടത്തിയിട്ടുണ്ട്. മണിരത്നം ആള് എന്ത് ചെയ്യും, ഒരു ആളെ സജസ്റ്റ് ചെയ്യും, മറ്റൊരു ഡയറക്ടർ. ആ ആള് ഈ സിനിമ സംവിധാനം ചെയ്യും. പിന്നെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ഇതിൽ ആരഭിനയിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പിടുത്തമല്ല. അത് അവരും പറഞ്ഞിട്ടൊന്നുമില്ല ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ലാലേട്ടൻ, അതായത് നമ്മുടെ മലയാളത്തിന്റെ ഭീമൻ, അത് എന്നും അത് ലാലേട്ടൻ തന്നെയാണ്. കാരണം രണ്ടാമൂഴം വായിച്ച ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന മുഖം അത് ലാലേട്ടൻ്റെ ആയിരിക്കും. അത് MT പറഞ്ഞിട്ടുള്ളത് തന്നെ. ലാലേട്ടൻ തന്നെ, മോഹൻലാൽ തന്നെ ഇത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് തുടങ്ങിയത് തന്നെ. അതെന്തായാലും പോയി MTയുടെ ഒരു ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതായതുകൊണ്ട് തന്നെ മേ ബി പല ചാൻസും ഇருக்கு. അതാ പറഞ്ഞേ, അതാ ഒരു ആഗ്രഹത്തോടെയാണല്ലോ ചെയ്യണം എന്ന് പറഞ്ഞത്. സാധാരണ ആള് എഴുതുമ്പോ എല്ലാത്തിനും മുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ കൂടുതലായിട്ട് പലതിലും മമ്മൂക്കയുടെ മുഖം വരാറുണ്ട്. പക്ഷെ രണ്ടാമൂഴത്തിൽ ഒരിക്കലും മമ്മൂക്കയുടെ മുഖം വന്നിട്ടില്ല ആൾക്ക്. എന്തുകൊണ്ട്? അതായത് ഈ ക്യാരക്ടർ അങ്ങനെയാണ്. അത് വായിച്ചവർക്ക് അറിയാം. അതിൽ പല, അതായത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഭീമൻ മാത്രമല്ല അതിലുള്ളത്. വേറൊരു അതില് മുഖമുണ്ട്. അതാ പറഞ്ഞ ഇമോഷണലി എല്ലാം വരുന്ന ഒരാള് തന്നെയാണ് ഭീമൻ. അതാ പറഞ്ഞ, അല്ലാണ്ട് ഒരു ശക്തനായ അല്ലെങ്കിൽ ഒരു യോദ്ധാവ് ആ ഒരു സാധനം മാത്രമല്ല ഭീമനുള്ളത്. അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് ലാലേട്ടനെ കൊണ്ട് ചെയ്യുള്ളൂ. 2 രീതിയിലും, അതായത് ഭയങ്കര ടെററും ആവണം, എന്നാൽ ഇപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള റൊമാൻസും വരണം. അതൊക്കെ വെച്ച് ഈ 2 പരിപാടിയും ചെയ്യണ്ടേ? പിന്നെ ആരുണ്ട്? ലാലേട്ടൻ അല്ലാണ്ട് ആര്? എന്താണെങ്കിലും ഇതിന്റെ ഒരു കൺസെപ്റ്റ് ട്രെയിലർ വന്നിട്ടുണ്ട്. മെഷീൻ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നാണ്. കണ്ടു നോക്കാം. അതിലാരാ ഭീമൻ എന്ന് നോക്കണല്ലോ. ലാലേട്ടൻ തന്നെ. ഓക്കെ, മാത്രല്ല വിറ്റ് പോകും വേണ്ടേ? പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, വിറ്റ് പോണ്ടേ? സത്യം. ഓക്കെ, വേറെ ഏതൊക്കെ സ്ലാങ് ഒക്കെ കയറിയുന്നുണ്ടല്ലോ. എല്ലാം വരും, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇത് കാണാം. ഓക്കെ, ബാക്കി ഇവിടെ ശ്രദ്ധിക്കും. ആ ശങ്കുലി, ആ ഒരു നാദം. യുദ്ധഭൂമി, അമ്പോ, കുരുക്ഷേത്ര യുദ്ധം. ഭീമന്റെ ഗദ. ഭീമൻ തന്നെ ആയിരിക്കൂലേ? The complete actor, മോഹൻലാൽ. ലാലേട്ടന്റെ സൗണ്ട് തന്നെ കൊടുത്തു. നയൻതാര, ദ്രൗപദി, ദിലീപ്. ഏതാ ക്യാരക്ടറാവോ? ഏതാ സാധനം? ഏയിലാണെങ്കില് ശബദാണേ. മരുഭൂമി പോയാണ്. ഭീകരല്ലോ അത്. ഭീഷ്മാചാര്യല്ലേ? പൃഥ്വിരാജ്, ആസിഫ് അലി, ടോവിനോ, ഫഹദ്. അത് മറ്റേ സാധനം. ശകുനി ആ ചിരിയില് കാണുന്നത് കൃഷ്ണൻ. ഉണ്ണിമുഖം. ഇതൊരു ടോട്ടലി നമ്മുടെ മലയാളം വേർഷൻ കേട്ടോ. ടൈറ്റിൽ ഡിസൈൻ പൊളിച്ചുട്ടോ. വാളും മറ്റേ രത്നങ്ങളും എല്ലാം ഉണ്ട്. പലതരം ആയുധങ്ങള്.
എന്റെ പൊളി സാധനം. ട്രെയിലർ കിട്ടില്ല. ട്രെയിലർ സ്വപ്നാണ് നടക്കാൻ സാധ്യത. ഇതൊക്കെ ഈ മെഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാനലിലെ അയാളുടെ ആഗ്രഹങ്ങളും ചിന്തകളുമാണ് നമ്മുടെ ആണ്. പക്ഷെ ഇതൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതെ, അതായത് മറ്റുള്ളത് പോട്ടെ, ലാലേട്ടനെങ്കിലും അതെങ്കിലും വന്നാൽ മതിയായിരുന്നു. എന്റെ അമ്മോ. കാരണം എന്താണെന്നറിയോ, ഇതിന്റെ ഒരു പ്രത്യേകത, ആള് ഭീകരനായിട്ടാണ് നമുക്ക് അറിയാവുന്ന ഭീമൻ. അറിയാലോ, അതായത് മഹാഭാരതത്തിൽ ഈ 100 കൗരവപുത്രന്മാരെയും കൊല്ലുന്നത് ഭീമനാണ്. അപ്പോ ലാസ്റ്റ്, അതായത് നമ്മുടെ ദുശാസനന്റെ മാറ് പിളർന്നിട്ട് ഹൃദയമെടുത്ത് പൊട്ടിച്ചിട്ട് ആ ബ്ലഡ് കൊണ്ട് നമ്മുടെ പാഞ്ചാലിയുടെ മുഖം കഴുകും, മുടി കഴുകും. എന്നിട്ട് അതിനുശേഷം ആ മുടി അയച്ചിട്ട മുടി ഉണ്ടല്ലോ, അത് അന്നെടുത്ത ശബ്ദമാണ്. അത് ഞാൻ ഇനി ഇതിന് ശേഷം മുടി കെട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് രക്തത്തിൽ കുളിപ്പിച്ചതിന് ശേഷമാണ് ആള് ഇത് കെട്ടിക്കൊടുക്കുന്നത്. ഇതൊക്കെ ഭീകരത അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആൾക്ക് ഇതൊക്കെ പാഞ്ചാലിയോടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത്. 2-ാം ഊഴത്തിൽ അതിന്റെ പ്രണയത്തിന്റെ തീവ്രത ഭീകര അതാണ്. പിന്നെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, അത് സഹോദരൻ തന്നെയാണല്ലോ ആര് മരിച്ചു കിടക്കുന്നത്. പിന്നെ ഹൃദയം പൊളിച്ചെടുത്തിട്ട് ഈ ബ്ലഡ് കുടിക്കുന്നുണ്ട്. ഈ സാധനമൊക്കെ അതൊക്കെ ഇതിൻ്റെ ഈ പാഞ്ചാലിയോട് ചെയ്തിട്ടുള്ള ക്രൂരത കൊണ്ടുള്ള ദേഷ്യമാണ്. അപ്പൊ ആളുടെ ഉള്ളിലുള്ള ആ ലവ് അതാണ് അതില് കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. മറ്റുള്ളവര്, അതായത് പഞ്ചപാണ്ഡവന്മാരിൽ മറ്റുള്ളവർക്കുള്ളതിനേക്കാളും പ്രണയം പാഞ്ചാലിയോട് കൂടുതൽ അതുണ്ടായിരുന്നത് ഭീമന് തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. അതെ, ആ ഒരു 2-ാം ഊഴത്തിൽ അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ആ ഒരു സ്നേഹം എന്തായിരുന്നു എന്നുള്ളത്. മാത്രമല്ല തിരിച്ചു വേറെയുണ്ട്. അതുകൊണ്ട് ആദ്യ സമയങ്ങളിലൊന്നും ഭീമന്റെ ലവ് ശരിയായ രീതിയിൽ നമ്മുടെ പാഞ്ചാലി തിരിച്ചറിയുന്നില്ല. അതെ, പിന്നീടാണ് അത് മനസ്സിലാവുന്നത്. ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു വൈബുണ്ട്. അതൊക്കെ സിനിമയിൽ അങ്ങ് കണ്ടു കഴിഞ്ഞാലേ സിനിമ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. നയൻതാര ദ്രൗപതിയായിട്ട് വരുമ്പോ നമ്മുടെ ഭീമന്റെ പേരായിട്ട് ലാലേട്ടന്റെ കൂടെ അത് പക്കയായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. പിന്നെ കുറെ കാമ്യോ കണ്ടു. മമ്മൂക്ക ഭീഷ്മാചാര്യ ഒടുക്കത്തെ പ്രൗഢി കേട്ടോ, ഭയങ്കര പ്രൗഢി. സത്യമായിട്ടും അതിന് മമ്മൂക്ക തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ആ സാധനം. ഇപ്പൊ ശരിക്ക് ഇപ്പൊ നമ്മൾ ഭീമനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ സിമ്പിളായിട്ട് സൂട്ടാവും. ഒന്ന് ഭീഷ്മാചാര്യൻ, ഗുരു ദ്രോണാചാര്യരായിട്ട് പറ്റും, പിന്നെ ദുര്യോധനായിട്ട് പറ്റും, കർണനായിട്ട് പറ്റും. ഇതൊക്കെ എല്ലാം ഏത് ക്യാരക്ടറിലേക്കും പോകും. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പറ്റാത്ത ഒരു കാര്യം ഈ പ്രണയം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് മാത്രമാണ് ഒരു കണക്ഷൻ കിട്ടാതെ വരുന്നത്. പക്ഷെ അതെ, ഇതിനകത്ത് ഒരു ക്യാരക്ടറിനോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. പിന്നെ കർണനുണ്ട്, പക്ഷെ അത് കർണന്റെ വഴിയെ സഞ്ചരിച്ച് പറയേണ്ടി വരും. അതെ, അത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകൂലല്ലോ, സ്റ്റോറി മുന്നോട്ട് പോകുമ്പോ അങ്ങനെ പോകൂല. എന്താണെങ്കിലും ഭീഷ്മാചാര്യരായിട്ടുള്ള ഇരുത്തം അതൊരു 1.5 ഇരുത്തായിരുന്നു കേട്ടോ. ഗംഭീരം. അമ്പോ, ശരിക്കും ആ ക്യാരക്ടറൊക്കെ വന്നാണ്ടല്ലോ പൊളിയായിരിക്കും. എന്താണെങ്കിലും ഗംഭീര ട്രെയിലറാണ്. മറ്റുള്ള യൂത്തിലെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ടോവിനോ ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ഉണ്ണിമുകുന്ദൻ ഉണ്ട്, അങ്ങനെ എല്ലാരെയും കൊണ്ടുവന്നുണ്ട്. ഫഹദ് ഉണ്ട്. പലരുടെയും കഥാപാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നില്ലുള്ളൂ. പെട്ടെന്ന് ഫഹദിനെ പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. ശകുനി ഉഡായിപ്പ് കാണിക്കുന്ന ആരോ ആണ്. അത് ഓട്ടത്തിലും ചിരിയിലൊക്കെ ഉണ്ടെന്ന്. എന്താണെങ്കിലും ഇതിന്റെ ശരിക്കുമുള്ള സിനിമേന്റെ അനൗൺസ്മെന്റ് ഒന്ന് കേൾക്കാൻ കാത്തിരിക്കാം. എന്നാന്നറിയില്ല, വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. രേഖാചിത്രത്തിന്റെ റിവ്യൂ. യെസ്.